ഓൾ ഓഫ് യു ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രാജാറാം മോഹൻ റോയെക്കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മസമാജമാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. 1772 മുതൽ 1833 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്. അപ്പോൾ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയാണ്. ബോൺ ഇൻ രാധാനഗർ, സ്കോളർ ഓഫ് സാൻസ്ക്രിറ്റ്, പേർഷ്യൻ, Arabic and English. Deeply influenced by Upanishads, Islam, Christianity and Western rationalism. Worked under the British East India Company for some time. അപ്പോൾ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. നമുക്കിവിടെ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് ആണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻസ്: ഒപ്പോസ്ഡ് സോഷ്യൽ ഈവിൾസ് ലൈക്ക് സതി സിസ്റ്റം, child marriage and polygamy. Then he supported women's rights, widow remarriage, female education. Played a key role in the abolition of sati under Lord William ബെൻഡിക്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സതി നിർത്തലാക്കുന്നത് ലോർഡ് വില്യം ബെൻഡിക്റ്റ് ടൈമിലാണ്, 1829. അത് മാച്ച് ദി ഫോളോവിംഗൊക്കെയായിട്ട് ചോദിക്കാറുണ്ട്. Advocated modern education, especially English and science. Published journals like സമ്പത്ത് കൗമുദി. അതൊന്ന് ഓർത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ ജേണൽസ് കഴിഞ്ഞ തവണ ചോദിച്ചിരുന്നു, സമ്പത്ത് കൗമുദി. നെക്സ്റ്റ് നോക്കുക, ബ്രഹ്മ സമാജ് ഫൗണ്ടഡ് ഇൻ 1828. ഫൗണ്ടഡ് ബൈ രാജാറാം മോഹൻ റോയ് ഇൻ കൽക്കട്ട. അപ്പോൾ ബ്രഹ്മോ സമാജ് കൽക്കട്ടയിലാണ് ഫൗണ്ട് ചെയ്ത്. ഒറിജിനലി കോൾഡ് ബ്രഹ്മസഭ, ലെറ്റർ റീനെയിംഡ് ബ്രഹ്മോ സമാജ്. അപ്പോൾ ആദ്യം ഇത് ബ്രഹ്മസഭയായിരുന്നു, പിന്നീടാണ് റീനെയിം ചെയ്ത് ബ്രഹ്മോ സമാജായത്. ദെൻ കൺസെപ്റ്റ് ആൻഡ് ഫിലോസഫി ഓഫ് ബ്രഹ്മോ സമാജ്. ബ്രഹ്മസമാജിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന്: കോർ ബിലീവ്സ് മോണോത്തിസം, ബിലീവ് ഇൻ വൺ സുപ്രീം ഗോഡ്, ഫോംലെസ് ആൻഡ് എറ്റേണൽ. അദ്ദേഹം ഒരു ദൈവത്തിൽ വിശ്വസിക്കുക, അതായത് സുപ്രീം ഗോഡ് ഒന്നിൽ വിശ്വസിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. മോണോ. അടുത്തത് ഒപ്പോസിഷൻ ടു ഐഡോൾ വർഷിപ്പ്, റിജക്റ്റഡ് റിച്വൽസ്, ഐഡോൾ വർഷിപ്പ് ആൻഡ് പ്രീസ്ലി ഡോമിനൻസ്. അല്ലേ, അത് റിച്വൽസ്, അതുപോലെ തന്നെ ഈ വിഗ്രഹ ആരാധന, പ്രീസ്ലിൻ്റെ പുരോഹിതന്മാരുടെയൊക്കെ ഒരു ഡൊമിനൻസ്, അതിനൊക്കെ അദ്ദേഹം എതിരെയായിരുന്നു. മൂന്നാമത്തതാണ് റാഷണലിസം. റിലീജിയൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ റീസൺ ആൻഡ് ലോജിക്. അപ്പോൾ മതം എന്ന് പറയുന്നത്, റിലീജിയൻ എന്ന് പറയുന്നത് റീസണിൻ്റെ ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ദെൻ യൂണിവേഴ്സാലിസം, ആക്സെപ്റ്റഡ് ട്രൂത്ത്സ് ഫ്രം ഓൾ റിലീജിയൻ. എല്ലാ മതത്തിലെയും സത്യങ്ങളെ, നേരിനെ നമ്മൾ സ്വീകരിക്കുക. മോറൽ ലിവിങ്, എംഫസൈസ്ഡ് എത്തിക്കൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് ഓവർ റിച്വൽസ്. അതായത് ഒരു എത്തിക്കൽ ആൻഡ് സ്പിരിച്വൽ ലൈഫിൽ എംഫസൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രഹ്മസമാജ് എന്തൊക്കെയാണ്? റിഫോം, ഹിന്ദു സൊസൈറ്റി ഒന്ന് റിഫോം ചെയ്യുക, സോഷ്യൽ ഇക്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുക, ഇറാഡിക്കേറ്റ്, കാസ്റ്റ് സിസ്റ്റം ഇറാഡിക്കേറ്റ് ചെയ്യുക, വുമൻ്റെ സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്യുക. ദെൻ മോഡേൺ എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, സയൻസ് എഡ്യൂക്കേഷൻ ഓൾറെഡി അദ്ദേഹം ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യുക. ഇനി സോഷ്യൽ റിഫോംസ് പ്രൊമോട്ടഡ്: അബോളിഷൻ ഓഫ് സതി, വിഡോ റീമാരേജ്, വുമൻസ് എഡ്യൂക്കേഷൻ, ക്രിറ്റിസിസം ഓഫ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഒപ്പോസിഷൻ ടു അൺടച്ചബിലിറ്റി. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ബ്രഹ്മസമാജ് വർഷിപ്പ്. ബ്രഹ്മസമാജ് വർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നോ ഐഡിയോൾ വർഷിപ്പ്, വിഗ്രഹം അല്ലെങ്കിൽ ഇന്ന് കല്ലിനെയൊക്കെ പൂജിക്കുക, അതൊന്നും അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നില്ല. സിമ്പിൾ പ്രേയേഴ്സ് ആൻഡ് മെഡിറ്റേഷൻ, സാധാ രീതിയിലുള്ള പ്രെയറും അതുപോലെ തന്നെ മെഡിറ്റേഷനും ഒക്കെ ഉള്ളൂ. റീഡിങ് ഫ്രം സേക്രഡ് ടെക്സ്റ്റ്, മെയിൻലി ഉപനിഷത്തുകളിൽ നിന്നുള്ള അങ്ങനെയുള്ള ടെക്സ്റ്റുകൾ വായിക്കുക. നോ ഇലാബറേറ്റ് റിച്വൽസ്. അപ്പോൾ രാജാറാം റോയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്ക് ബ്രഹ്മസമാജാണ്. ഇനി ബ്രഹ്മസമാജിൻ്റെ ഒരു ഡീറ്റെയിൽ നോട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബ്രഹ്മസമാജ് എന്ന് പറയുന്നത്
It was a religious and social reform movement in 19th century in India. 19ാം നൂറ്റാണ്ട് ഇന്ത്യയിൽ തുടങ്ങിയ ഒരു റിലീജിയസ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റാണ് ബ്രഹ്മസമാജ്. Founded in 1828 by Raja Ram Mohan Roy in Calcutta. It marked the beginning of the Indian Renaissance and modern reform movements. മോഡേൺ റിഫോം മൂവ്മെൻറ്റ്സിൻ്റെ ഇന്ത്യൻ റിനൈസൻസിൻ്റെ തുടക്ക ടൈമിലാണ് ഈ ബ്രഹ്മസമാജ് ഇവിടെ സ്ഥാപിതമാകുന്നത്. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്: ഏർലി 19th century Indian society was marked by blind faith and superstition. നമുക്കറിയാം 19ാം നൂറ്റാണ്ടിൻ്റെ ഒരു ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത് ബ്ലൈൻഡ്, അന്ധമായിട്ടുള്ള വിശ്വാസം, അതുപോലെ തന്നെ സൂപ്പർസ്റ്റിഷ്യൻസിലൊക്കെ അടിസ്ഥാനമായ ഒരു സൊസൈറ്റി ആയിരുന്നു ആ ടൈമിൽ. അതുപോലെ തന്നെ ഏർലി 19th century വാസ് മാർക്ക്ഡ് ബൈ ബ്ലൈൻഡ് ഫെയ്ത്ത് ആൻഡ് സൂപ്പർസ്റ്റിഷ്യൻ, സതി സിസ്റ്റം, കാസ്റ്റ് റിജിഡിറ്റി, ദെൻ വുമൺസ് ഓപ്പറേഷൻ. അപ്പോൾ പ്രധാനപ്പെട്ട സംഭവങ്ങൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും, സതി സിസ്റ്റം, അതുപോലെ തന്നെ കാസ്റ്റ് റിജിഡിറ്റി, ദെൻ വുമൺസിനെ ഒപ്രസ് ചെയ്യുക, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആൻഡ് ക്രിസ്ത്യൻ മിഷനറി ആക്ടിവിറ്റീസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഈ ടൈമിലാണ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അതുപോലെ ക്രിസ്ത്യൻ മിഷനറിയൊക്കെ വന്ന് ഇവിടെ എഡ്യൂക്കേഷൻ നൽകുന്ന ടൈമാണ്. ദേ ഇൻട്രൊഡ്യൂസ്ഡ് റാഷണലിസം ആൻഡ് ഹ്യൂമനിസം. ബ്രഹ്മ സമാജ് എമർജ്ഡ് ആസ് എ റെസ്പോൺസ് ടു ഹിന്ദു സൊസൈറ്റി, അതായത് ടു റിഫോം ഹിന്ദു സൊസൈറ്റി യൂസിങ് ബോത്ത് ഇന്ത്യൻ ട്രഡീഷൻസ് ആൻഡ് മോഡേൺ ഐഡിയാസ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ത്യൻ ട്രഡീഷനും മോഡേൺ ഐഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹിന്ദു സൊസൈറ്റിയെ ഒന്ന് റിഫോം ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഈ ബ്രഹ്മസമാജ് ഏറ്റെടുത്തത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിഫോം ഹിന്ദു സൊസൈറ്റി എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അതിന് മോഡേൺ ഐഡിയാസ് ഉപയോഗിച്ചു, ഇന്ത്യൻ ട്രഡീഷനും അദ്ദേഹം ഉപയോഗിച്ചു. നെക്സ്റ്റ് നോക്കാം, എവല്യൂഷൻ ഓഫ് ബ്രഹ്മ സമാജ്. ബ്രഹ്മസഭ 1828 സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ ഒറിജിനൽ നെയിം ഗിവൺ ബൈ രാജാ റാം മോഹൻ റോയ്. ദേ ഫോക്കസ്ഡ് ഓൺ മോണോതിസ്റ്റിക് വർഷിപ്പ്, അല്ലേ, ഏക ഗോഡ് ആരാധനയാണ് അവർ ആ സമയത്ത് പ്രൊമോട്ട് ചെയ്തത്. രണ്ടാമത് വരുന്നത് അണ്ടർ രബീന്ദ്രനാഥ് ടാഗോർ. 1840 രബീന്ദ്രനാഥ് ടാഗോറിൻ്റെ കീഴിലാണ്. ഇത് റിവൈവ്ഡ് ദ മൂവ്മെൻറ്റ്. എന്നിട്ടോ എസ്റ്റാബ്ലിഷ്ഡ് തത്വബോധിനി സഭ. അദ്ദേഹം ഈ ഒരു മൂവ്മെൻറ്റിന് വീണ്ടും ജീവൻ കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അതിനുശേഷം എന്ത് സ്ഥാപിച്ചു? തത്വബോധിനി സഭ സ്ഥാപിച്ചു. അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, തത്വബോധിനി സഭ രബീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ചു. എംഫസൈസ്ഡ് ഉപനിഷദിക് ഫിലോസഫി. എന്നിട്ടോ ഈ ഉപനിഷത്തുമായിട്ട് ബന്ധപ്പെട്ട ഫിലോസഫിക്ക് ആണ് കൂടുതൽ അവിടെ ഇമ്പോർട്ടൻസ് നൽകിയത്. മൂന്നാമത് വരുന്നത് അണ്ടർ കേശവ് ചന്ദ്ര സെന്നിൻ്റെ കീഴിലാണ്. ഗേവ് ഇറ്റ് യൂണിവേഴ്സൽ ആൻഡ് റിഫോമിസ്റ്റ് ഔട്ട്ലുക്ക്. ഒരു സാർവത്രികമായിട്ടുള്ള ഒരു റിഫോമിസ്റ്റ് ഔട്ട്ലുക്ക് വരുന്നത് ഈ ഒരു ടൈമിലാണ്. സ്പ്രെഡ് മൂവ്മെൻറ്റ് ബിയോണ്ട് ബംഗാൾ. ബംഗാളിനപ്പുറത്തേക്ക് ഈ മൂവ്മെൻറ്റ് വളരാൻ തുടങ്ങിയതും കേശവ ചന്ദ്ര സെന്നിൻ്റെ കാലത്താണ്. അപ്പോൾ എവല്യൂഷൻ എന്ന് പറയുന്നത് ആദ്യം ബ്രഹ്മസഭയായിരുന്നു 1828. ദെൻ ഇത് രബീന്ദ്രനാഥ ടാഗോറിൻ്റെ ടൈമായപ്പോഴത്തേക്കും ഇത് തത്വബോധിനി സഭയായി. കേശവ ചന്ദ്ര സെന്നിൻ്റെ ടൈമിൽ ബംഗാളിനപ്പുറത്തേക്ക് ഈ ഒരു മൂവ്മെൻറ്റ് സ്പ്രെഡ് ചെയ്തു. ദെൻ സ്പ്ലിറ്റ് ഇൻ ബ്രഹ്മ സമാജ്. ആദ്യ ബ്രഹ്മ സമാജും ബ്രഹ്മ സമാജ് ഓഫ് ഇന്ത്യയുണ്ട്. അപ്പോൾ ആദ്യ ബ്രഹ്മ സമാജ് ലെഡ് ബൈ രബീന്ദ്രനാഥ് ടാഗോറും അതുപോലെ തന്നെ ബ്രഹ്മ സമാജ് ഓഫ് ഇന്ത്യ ലെഡ് ചെയ്ത് കേശവ ചന്ദ്ര സെന്നുമാണ്. കോസസ് ഡിഫറൻസ് ഇൻ ഐഡിയോളജിയിലുള്ള അവരുടെ വ്യത്യാസം, അതുപോലെ തന്നെ സോഷ്യൽ റിഫോം അപ്രോച്ചസ്, അതായത് ഒരു സോഷ്യൽ റിഫോമിന് അപ്രോച്ച് ചെയ്യുന്നതിനുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ, ദെൻ ഇഷ്യൂസ് ലൈക്ക് ചൈൽഡ് മാരേജ് എക്സെട്ര. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിലോസഫി ഓഫ് ബ്രഹ്മ സമാജാണ്. എന്തൊക്കെയാണ് കോർ പ്രിൻസിപ്പിൾസ്? മോണോത്തിസം, റിജക്ഷൻ ഓഫ് ഐഡോൾ വർഷിപ്പ്, ദെൻ രാഷണലിസം, യൂണിവേഴ്സൽ റിലീജിയൻ ആൻഡ് എംഫസിസ് ഓൺ ഉപനിഷത്സ്. നേരത്തെ പറഞ്ഞു പോയതാണ് കേട്ടോ. അടുത്തത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സുകളാണ്. ദ പെർസെപ്റ്റ്സ് ഓഫ് ജീസസ് ഗേവ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്, ദെൻ എ ഡിഫെൻസ് ഓഫ് ഹിന്ദു theism, then a conference between an advocate and an opponent of
പ്രാക്ടീസ് സതി, ദെൻ വേദാന്ത ഗ്രന്ഥ, വേദാന്ത സാരം, ദെൻ ട്രാൻസ്ലേഷൻ ഓഫ് ഉപനിഷത്സ് ലൈക്ക് കഥ ഉപനിഷത്സ് ആൻഡ് മുണ്ടക ഉപനിഷത്ത്, ദെൻ ബംഗാളി ഗ്രാമർ, അതുപോലെ തന്നെ യൂണിവേഴ്സൽ റിലീജിയൻ. ഇതാണ് അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ്. ഇനി പ്രധാനപ്പെട്ട ജേണൽസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സാണ് സമ്പത്ത് കൗമുദി, ഓർത്ത് വയ്ക്കുക. ബംഗാളി വീക്ക്ലി സപ്പോർട്ടിങ് സോഷ്യൽ റിഫോംസ് ലൈക്ക് അബോളിഷൻ ഓഫ് സതി, സോഷ്യൽ റിഫോംസ് ആയിട്ടുള്ള സതി അബോളിഷ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറക്കിയ വീക്ക്ലി ഏതാണ്? ബംഗാളി വീക്ക്ലി ഏതാണ്? സമ്പത്ത് കൗമുദിയാണ്. അടുത്തത് മിറാത്ത് ഉൾ അക്ബർ, അതൊരു പേർഷ്യൻ ന്യൂസ് പേപ്പർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. ദെൻ ബ്രാഹ്മണിക്കൽ മാഗസിൻ, ഇംഗ്ലീഷ് ജേണൽ ഒപ്പോസിങ് മിഷനറി ക്രിറ്റിസിസം. അപ്പോൾ ഈ 3 ജേണലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മിറാത്ത് ഉൾ അക്ബർ ആൻഡ് സമ്പത്ത് കൗമുദി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്രഹ്മസമാജ് നമുക്ക് പഠിക്കാൻ സിലബസിലുണ്ടായത്. അതുകൊണ്ട് തന്നെ അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നോട്ട് തയ്യാറാക്കിയത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.